സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ഏത് നദിയാണ്? പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? 1809. 1809 ജനുവരി മാസം 11-ാം തീയതിയാണ് കുണ്ടറ വിളംബരം നടന്നത്. ഇതിന്റെ വർഷവും ഡേറ്റും മസ്റ്റായിട്ട് ഓർത്ത് വെക്കണം. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്കാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില. പെട്രോളിയം രൂപം കൊള്ളുന്നത് ഏത് ശിലയിലാണ്? അവസാദ ശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. അവസാദ ശില. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അപ്പൊ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ചൈനയുമാണ്. വർഷം 1954. തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ജിപ്സത്തെ 125 ഡിഗ്രി ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം എന്താണ്? ജിപ്സത്തെ 125 ഡിഗ്രി ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തിനെ ചൂടാക്കുമ്പോഴാണ് ലഭിക്കുന്നത്? ജിപ്സത്തെയാണ്. എത്ര ഡിഗ്രിയാണ്? 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോഴാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനൂസ് ആണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്നത് മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്ന കലാപം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം എത്രയാണ്? ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്നത് 20 സെക്കൻഡാണ്. 20 സെക്കൻഡ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത KC ഏലമ്മയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത.
വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരബിന്ദ ഘോഷ്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൈനേറ്റ് ആണ്. സോഡിയം തയോസൈനേറ്റ്. അടുത്ത ചോദ്യം, വാട്ടർ ഗ്ലാസിന്റെ രാസനാമം. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു കാൽഷ്യം ഓക്സലേറ്റ് ആണ്. കാൽസ്യം ഓക്സലേറ്റ് ആണ് ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു. കേരള മൊപ്പാസാങ് എന്നറിയപ്പെടുന്നത്. കേരള മൊപ്പാസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. തകഴി ശിവശങ്കരപിള്ളയാണ് കേരള മൊപ്പാസാങ് എന്ന് അറിയപ്പെടുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ്. സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. കോൺ കോശങ്ങൾ. എങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ഏത് കോശങ്ങളാണ്? കമന്റ് ചെയ്യാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ബുലന്ദ് ദർവാസയാണ്. അപ്പൊ ബുലന്ദ് ദർവാസ ഏതിന്റെ പ്രവേശന കവാടമാണ്? ഫത്തേപൂർ സിക്രിയുടേതാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെറ്റോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെറ്റോളജി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഫ്രാങ്കോയി മാർട്ടിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? അയഡോപ്സിൻ ആണ്. അയഡോപ്സിൻ ആണ് വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. അയഡോപ്സിൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്?
തിരുവിതാംകൂറുകാർക്ക് എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മലയാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവാണ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. ഇക്തിയോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഇടമലക്കുടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദുവാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത്. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത എന്താണ്? ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ല. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും അതുപോലെ ആഗിരണം ആരംഭിക്കുന്നതും. ചെറുകുടൽ. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? ആഗ്നേയ ശിലകളാണ്. നമ്മൾ ഫോസിലുകൾ രൂപപ്പെടുന്നത് ഏത് ശിലകളിലാണെന്ന് പഠിച്ചു? അവസാദ ശിലകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരേതാണ്? പ്രാഥമിക ശില. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്